അയ്യ വണക്കം. ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. യവന്മാർ കാബൂളിൽ ഒരു വ്യോമാക്രമണം നടത്തി കഴിഞ്ഞ ശേഷം യവന്മാർ ഇമ്മാതിരിയുള്ള ഒരു അടി പ്രതീക്ഷിച്ചില്ല. അടിച്ച് ഷഡ്ഡി കീറി വിട്ടു എന്നുള്ളതാണ് താലിബാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. താലിബാൻ വന്നു, താലിബാൻ അടിച്ചു, അടി കൊണ്ട് പുളിയും കുടിച്ച്, അതായത് അടിയും കൊണ്ട് പുളിയും കുടിച്ച് യവന്മാർ എന്ത് ചെയ്തു? യവന്മാർ വ്യോമസേനയെ വിളിച്ചു. പാക് വ്യോമസേന ഇപ്പം വരിയോടാ നിന്നെയൊക്കെ തീർക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ പാക് വ്യോമസേന മേധാവി കണ്ണിഞ്ഞരടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞത് എന്തോന്നെടുത്തിട്ട് അടിക്കും. അതായത് യവന്മാർ നുഴഞ്ഞു കയറി ഇങ്ങ് പാകിസ്ഥാൻ്റെ അതിർത്തിക്ക് ഇപ്പുറം വന്നാണ് അടി കൂടുന്നത്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ തലയെ കൂടെ തന്നെ ബോംബിടുന്നതെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ വ്യോമസേന നൈസായിട്ട് സ്കൂട്ടാവുന്ന കാഴ്ച നമ്മൾ ആ സമയത്ത് കണ്ടു. അതിനുശേഷം അടിയും കൊണ്ട് പുളിയും കുടിച്ചിരിക്കുന്ന ഈ പാകിസ്ഥാൻ ആർമി എന്ത് ചെയ്തു? തിരിച്ചടിച്ചില്ലെങ്കിൽ നാണക്കേടാണല്ലോ. അങ്ങനെ തിരിച്ചടിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും അതിർത്തി കടന്ന് ഒരു വ്യോമാക്രമണം കൂടെ നടത്തി. വ്യോമാക്രമണം നടത്തി കഴിഞ്ഞ ശേഷം യവന്മാർ ഓടിത്തള്ളിക്കളഞ്ഞു. യവന്മാർ അവിടെ നിന്നില്ല. കാരണം താലിബാൻ്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കും എന്നറിയാം. പോരാത്തതിന് താലിബാൻ്റെ മന്ത്രിയായിട്ടുള്ള മുത്താഖി എന്ന് ഇന്ത്യയിലുണ്ടെന്ന് മാത്രമല്ല, ഇനി നീയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ 16 അടിയന്തരമായിരിക്കും എന്നാണ് അന്ന് മുത്താഖി പറഞ്ഞത്. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് കൊടുത്തു. നമ്മൾ 2 ആംബുലൻസും കുറച്ച് ഗോതമ്പും തവിടും ഉണ്ടാക്കുമ്പോൾ കൊടുത്തേ ഉള്ളൂ. അയാൾ ഇവിടെ വന്ന് പാകിസ്ഥാനെ വെല്ലുവിളിച്ചിട്ട് പോയി. അതായത് നിന്നെയൊക്കെ വലിച്ച് കീറും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്താഖി ഇവിടെ നിന്നും തിരിച്ചങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ എന്ത് ചെയ്തു? തിരിച്ച് വീണ്ടും ഒരു വ്യോമാക്രമണം അങ്ങോട്ടേക്ക് നടത്തിയിട്ട് ഇവന്മാർ ഓടിത്തള്ളി കളഞ്ഞു. ഓടി നേരെ ഖത്തറിൽ പോയിരുന്നു. ഈ ഖത്തർ അമീർ എന്ന് പറയുന്ന വ്യക്തി എല്ലാ ഭീകരവാദികളുടെയും നടുക്ക് ഈ റെസ്ലിങ്ങിൽ റഫറി നിൽക്കുന്നത് പോലെ നിന്ന് എന്താണ് എല്ലാ പ്രശ്നങ്ങളും കോംപ്ലിമെൻറ്റ്സ് ആക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നോ, ധൈര്യമായിട്ട് വന്നു, ഇത് ഞങ്ങൾ കോംപ്ലിമെൻറ്റ്സ് ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അസീം മുനീറും ഇപ്പുറത്ത് താലിബാൻ്റെ അഫ്ഗാൻ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ മുഹമ്മദ് നബി ഒമാരി എന്ന് പറയുന്ന വ്യക്തി അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുകയാണ്. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ചർച്ചയ്ക്കായിട്ട് ഇരുന്നപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സമാധാന ചർച്ചയാണ്, അതേ നിൻ്റെയൊക്കെ കൊലവെള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പിടിക്കാൻ ഞാൻ വിളിച്ച ചർച്ചയാണ് എന്ന് നമ്മുടെ ഖത്തർ അമീറിന് തോന്നിപ്പോയി. കാരണം ഒമാരി അമ്മാതിരി സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവിടെ അടിച്ചത് എന്നുള്ളതാണ്. ഒമാരി അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ ഒരുപാട് പൗരന്മാർ എവിടെയുണ്ട്? പാകിസ്ഥാനിലുണ്ട്. ഈ പാകിസ്ഥാനിലുള്ള പൗരന്മാരൊക്കെ നീയൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ, അതായത് തിരിച്ച് അഫ്ഗാനിസ്ഥാനിലോട്ട് അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്, ഇൻവേഡേഴ്സാണ് എന്നൊരു ഫത്വ പുറപ്പെടുവിക്കാൻ നീയൊക്കെ അവിടെ പദ്ധതി കൂട്ടുന്ന കാര്യം ഞാൻ അറിഞ്ഞു. അങ്ങനെ നീയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാണ് നിന്നെയൊക്കെ ഇന്ത്യൻ അതിർത്തി വരെ ഓട്ടിച്ചിട്ടടിക്കും, അടിച്ച് നിൻ്റെയൊക്കെ ഷഡ്ഡി കീറി വിടും എന്നാണ് ഒമാരി ആ സമയത്ത് പറഞ്ഞത്. ഇത് കേട്ട് അസീം മുനീർ ഇല്ലെണ്ണ, ഇല്ല ഞങ്ങളങ്ങനെ ചെയ്യൂലെണ്ണ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ കോംപ്ലിമെൻറ്റ്സ് ആക്കി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഏത് നിമിഷവും ദുരന്തം ലൈൻ കടന്ന് ഇങ്ങോട്ടേക്ക് ഒരടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ്റെ പ്രോക്സി ആയിട്ടുള്ള നമ്മുടെ തെഹ്രീക്കെ താലിബാൻ. ഈ തെഹ്രീക്കെ താലിബാൻ്റെ ഒരു വിഹാര കേന്ദ്രമാണല്ലോ ഈ വസീറിസ്ഥാനും പിന്നെ ഈ ഖൈബർ പഖ്തൂൺ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ തെഹ്രീക്കെ താലിബാൻ അവിടെ ഒരു വമ്പൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. 25 പാകിസ്ഥാൻ പട്ടാളക്കാരാണ് ചത്തുമലച്ചത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായിരുന്നാലും പാകിസ്ഥാൻ അവർ മരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല, കാരണം നാണക്കേടാണ്. കാരണം മരിച്ചു എന്ന് പറയാൻ ഞങ്ങൾക്ക് കെൽപ്പില്ല, അതുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ എല്ലാം ശാന്തമാണ്, സുന്ദരമാണ്, സമാധാനമാണ് എന്നാണ് പാകിസ്ഥാൻ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം KPKയിൽ സൗത്ത് വസീറിസ്ഥാനിൽ സൈനിക ക്യാമ്പിൽ ഒരു വമ്പൻ ആക്രമണം നടന്നു. 25 പാകിസ്ഥാൻ പട്ടാളക്കാരാണ് അവിടെ മരിച്ചു വീണത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് നമ്മുടെ തെഹ്രീക്കെ താലിബാൻ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പാകിസ്ഥാൻ കാണിക്കുന്നത് പോലെ AI ഇമേജ് ഒന്നും അവർ പുറത്തുവിടില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇവർക്ക് ട്വിറ്റർ ഹാൻഡിലുകളുണ്ട്. ഈ ട്വിറ്റർ ഹാൻഡിലിൽ വോയിസ് ഓഫ് ഖൊറാസൻ എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ വഴിയാണ് ഇവർ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളടക്കം, അതായത് ഇവന്മാരെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ള ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത്. പല ആൾക്കാരും ധനുഷേ ദൃശ്യങ്ങളിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ വയലൻസ് ആണ്, യൂട്യൂബിൻ്റെ വയലേഷനുമാണ് വയലൻസ് എന്ന് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടപടലം പൂട്ടിപ്പോവും. പിന്നെ ധനുഷെവിടെ എന്ന് പറഞ്ഞാൽ ധനുഷിന് പോലും നിങ്ങളോട് എവിടെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ ഈ വോയിസ് ഓഫ് ഖൊറാസൻ എന്ന് പറയുന്ന ഇവരുടെ ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ ഇവരിട്ടിരിക്കുന്ന ഒരു ട്വീറ്റ് ഉണ്ട്. ആ ട്വീറ്റ് ദ തെഹ്രീക്കെ താലിബാൻ ഓഫ് പാകിസ്ഥാൻ ഹാസ് ക്ലെയിംഡ് ദാറ്റ് ഇറ്റ്സ് ഫൈറ്റേഴ്സ് കിൽഡ് 25 പാകിസ്ഥാനി സോൾജേഴ്സ് ആൻഡ് wounded 8 others in an attack carried out in South Waziristan. അതായത് 25 പാകിസ്ഥാൻ പട്ടാളക്കാരെ നൈസായിട്ട് തട്ടി 8 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് റിപ്പോർട്ട്. In an official statement, the militant group said that last night it launched an assault on a Pakistani military post in South Waziristan. According to the statement, during the attack, a Pakistan army drone was also destroyed and around 25 soldiers were killed. The military post reportedly fell under the control of TTP fighters following the operation. It is worth nothing that such attacks against the Pakistan government have been increased day by day.
അതായത് പാകിസ്ഥാൻ സർക്കാരിനെതിരെയും പാകിസ്ഥാനെതിരെയും ഇത്രയും വലിയ ആക്രമണങ്ങൾ ദിവസം തോറും വർദ്ധിച്ചു വരികയാണ്. എപ്പോൾ ബോംബ് പൊട്ടു എന്ന പേടിയിലാണ് പാകിസ്ഥാൻകാർ മൊത്തം പുറത്തിറങ്ങി നടക്കുന്നത്. ഇപ്പുറത്ത് ബലൂചിസ്ഥാൻ, അപ്പുറത്ത് തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന രണ്ട് സെറ്റപ്പ് യവന്മാരെ വിഴുങ്ങാൻ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ബഹിരാകാശത്ത് നിന്ന് അടിക്കാനായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ 2.0 പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജപ്പാനാണെങ്കിൽ പാകിസ്ഥാനെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൂടെയാണ് പാകിസ്ഥാൻ മൊത്തത്തിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തെഹ്രീക്കെ താലിബാൻ്റെ ഈ അതിഭീകരമായിട്ടുള്ള ആക്രമണം അവിടെ ഉണ്ടായത് ഇപ്പോൾ മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുകയാണ് നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ ആക്രമണങ്ങളുടെ എണ്ണം അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്കും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2025 ജനുവരി 1 മുതൽ ബലൂചിസ്ഥാനിലും പഖ്തൂൺഖ്വ മേഖലയിലും കൊല്ലപ്പെട്ടത് 460 പട്ടാളക്കാരാണ്. അതായത് 2025 ജനുവരി 1 മുതൽ ഈ വർഷം മാത്രം, ഈ വർഷം തുടങ്ങി ഇങ്ങോട്ട് കൊല്ലപ്പെട്ടത് 460 പട്ടാളക്കാരാണെന്നാണ് AFPയുടെ കണക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇനി പാകിസ്ഥാൻ്റെ കണക്കും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്ലാമാബാദ് ആസ്ഥാനമായിട്ടുള്ള സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് കണക്കനുസരിച്ച് ഒരു ദശാബ്ദത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് 1600 പേരാണ്. ഇതിൽ പകുതി സൈനികരാണ്, ബാക്കിയുള്ളത് പോലീസുകാരാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഗ്രാവിറ്റിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരാക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തെഹ്രീക്കെ താലിബാൻ്റെയും ബലൂചിസ്ഥാൻ്റെയും ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺ ഇവർക്ക് പിരിച്ചുകൊണ്ട് പോകണം, ബലൂചിസ്ഥാൻ അവർക്ക് പിരിച്ചുകൊണ്ട് പോകണം. ഇങ്ങനെ രണ്ടുപേരും അപ്പുറം ഇപ്പുറവും നിന്ന് പിരിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നടുക്ക് നിൽക്കുന്ന പാകിസ്ഥാൻ്റെ കവട്ടം കീറിപ്പോവും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇതിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഒരു കോളമിസ്റ്റ് ഉണ്ട്, ഒരു മുഴുത്ത സുഡാപ്പി. ഈ പാകിസ്ഥാൻ്റെ കോളമിസ്റ്റായിട്ടുള്ള ഇവൻ്റെ പേര് ജാവേദ് ചൗധരിയാണ്. അവിടെയുള്ള ഈ തുക്കട മനപത്രത്തിലൊക്കെ എഴുതി തലങ്ങും വിലങ്ങും നടക്കുന്ന ഒരു വേട്ടാവളിയിലാണ് ഇവൻ. അപ്പോൾ ഈ ജാവേദ് ചൗധരി പറഞ്ഞിരിക്കുന്നത്, കൃത്യമായിട്ട് ഇയാൾ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഇന്ത്യയുടെ വിദഗ്ധ സംഘം താലിബാന് പരിശീലനം നൽകുന്നുണ്ട് എന്നാണ് ജാവേദ് ചൗധരി പറഞ്ഞിരിക്കുന്നത്. പാക് വ്യോമസേനയുടെ കടന്നുകയറ്റം തടയാനായിട്ട്, അതായത് പാക് വ്യോമസേനയാണല്ലോ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. പാകിസ്ഥാൻ്റെ വിമാനങ്ങളാണ് പറന്നുപോയി അപ്പുറത്ത് എന്ത് ചെയ്യുന്നത്, ഈ താലിബാനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. താലിബാനെ അടിക്കുമ്പോൾ യവന്മാർക്ക് വിമാനം പറത്തറിഞ്ഞൂടാ. വിമാനം പറത്തറിഞ്ഞൂടാ എന്നുള്ളത് മാത്രമല്ല, പഠിക്കാനുള്ള സമയത്ത് പഠിക്കാൻ പോകാതെ യവന്മാരും കളിച്ചും ചിരിച്ചും നടന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിമാനം പറത്താൻ അറിഞ്ഞുകൂടാത്ത യവന്മാർക്ക് ഈ പാകിസ്ഥാൻ്റെ വ്യോമസേനയെ തടുക്കാനുള്ള വലിയ ടെക്നിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷേ നുഴഞ്ഞുകയറ്റത്തിൽ അങ്ങേയറ്റം വിദഗ്ധരാണ്. അപ്പോൾ യവന്മാർ വിമാനം തകർക്കാനായിട്ട് യവന്മാർ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് അമേരിക്കയുടെയും റഷ്യയുടെയും ടെക്നോളജികളാണ്. അപ്പോൾ ആ ടെക്നോളജികൾ കാലഹരണപ്പെടുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവന്മാർക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പോൾ അതിന് പരിശീലനം കൊടുക്കാനായിട്ട് ഇന്ത്യയുടെ വിദഗ്ധ സംഘം അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ജാവേദ് ചൗധരി, അവിടെയുള്ള ജേർണലിസ്റ്റ്, അവകാശപ്പെടുന്നത്. പോരാത്തതിന് പാക് വ്യോമസേനയുടെ കടന്നുകയറ്റം തടയാനായിട്ട് മാൻ പാഡുകൾ എന്നാണ് പറയുന്നത്. ഈ വ്യോമസേനയെ പ്രതിരോധിക്കാനുള്ള ഇവന്മാരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ഈ മാൻ പാഡുകൾ അത് വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുടെ സാങ്കേതിക വിദഗ്ധർ രഹസ്യമായി അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ജാവേദ് ചൗധരി പറയുന്നത്. പോലെ തന്നെ റഷ്യൻ അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റം, അതാണ് മാൻ പാഡുകൾ എന്ന് പറയുന്നത്. ഇത് പുതുക്കാനും ഇന്ത്യ വിദഗ്ധരെ അയച്ചിട്ടുണ്ട്. ഇത് പുതുക്കി പണിയാൻ മാത്രമല്ല, പുതിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ അവിടെ വികസിപ്പിക്കാനും അതിൻ്റെ ഫാക്ടറി തുടങ്ങാനും അത് സ്ഥാപിക്കാനും ഇന്ത്യ നൈസായിട്ട് അടികൂടെ പണിയുന്നുണ്ട് എന്നാണ് ജാവേദ് ചൗധരി പറയുന്നത്. അടുത്തതായിട്ട് ഈ തോളിൽ ഘടിപ്പിക്കുന്ന മിസൈൽ ഉണ്ടല്ലോ, ഈ തോളിൽ ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ബുസ് എന്ന് പറഞ്ഞ് വിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഇവന്മാർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൻ്റെ പരിശീലനം ഇതിങ്ങനെയൊന്നും അല്ലടാ, അതായത് എടാ നമുക്കിന്ന് പോകണ്ടേ, ഇതിങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ഇവന്മാരെ അത് പരിശീലിപ്പിക്കാനും ഇന്ത്യയുടെ വിദഗ്ധ സംഘം അവിടെ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൻ്റെ മിസൈലിൻ്റെ പ്രാദേശിക ഉൽപ്പാദന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിൽ കാബൂളിനെ ഇന്ത്യ സഹായിക്കുന്നു. നമ്മുടെ വിദഗ്ധ സംഘം അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ജാവേദ് ചൗധരി അയാളുടെ കോളത്തിലൂടെ പറയുന്നത്. അറ്റകുറ്റപ്പണി, അതിൻ്റെ വിന്യാസം, പിന്നെ അതിൻ്റെ പരിശീലനം, വിദഗ്ധ പരിശീലനം, ഇത് മൂന്നും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഡെയിലി എക്സ്പ്രസ്സിലൊക്കെ സ്ഥിരമായി എഴുതി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു വേട്ടാവളിയാണ് ഇയാളെന്ന് പറയുന്നത്. 1980-കളിൽ ഈ മുജാഹിദീൻ കാലഘട്ടത്തിൽ US വിതരണം ചെയ്ത നമ്മുടെ സ്ട്രിങ്ങുകൾക്കൊപ്പം SA-7 മാൻപാഡ് പോലെയുള്ള സോവിയറ്റ് കാലത്തെ ഒരു പൈതൃക അവരുടെ ഒരു നൊസ്റ്റാൾജിയ തുളുമ്പുന്ന സെറ്റപ്പൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്, ഈ താലിബാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലൂടെയാണ് യവന്മാർ ഇപ്പോഴും ഇവനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആരെയാണ്? ഈ പാകിസ്ഥാനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് പുതുക്കണം. അത് പുതുക്കാനായിട്ട് ഇന്ത്യയുടെ വിദഗ്ധ സംഘം അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ ഇന്ത്യ മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന് പറയുന്ന സിനിമയിൽ ജഗതി
നമ്മുടെ കോൺഫറൻസിൽ എന്ന് പറയുന്നത് പോലെ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, ഇത് ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യം നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ എവൻ്റെ ഈ പറച്ചിലിന് വലിയ സ്ഥിരീകരണമൊന്നുമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും താലിബാൻ ഇവിടെ വന്ന് അജിത് ഡോവലിനെയൊക്കെ രഹസ്യമായിട്ട് മീറ്റ് ചെയ്തിട്ടാണ് പോയത് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മളെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ജാവേദ് ചൗധരിയുടെ ഈ കൊണയടി കൂടെ വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസവും 25 പാക് പട്ടാളക്കാരി ചത്തുപോയി. ധനുഷേ, പട്ടാളക്കാരി ചെത്തു എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ് കുറേ സുഡാപ്പികൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോരാത്തതിന് എടാ മുസ്ലിം വിരുദ്ധ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഡാപ്പികൾ വന്ന് വരുന്നു. വേറെ കുറേ സുഡാപ്പികൾ പറയുന്നത് നിൻ്റെ വീട്ടിലും ഇല്ലടാ അച്ഛനും അമ്മയും, അവർ മരിച്ചാൽ നീ ചത്തെന്ന് പറയുമോ? ശോധര, ടെററിസ്റ്റുകൾ ചത്തെന്ന് പറയുന്നതിൽ എന്താണ് ശോധന തെറ്റ്? അത് പറയുമ്പോൾ മുസ്ലിങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയെന്ന് ശോധനഞ്ഞ് തോന്നുന്നതിൻ്റെ ഒരു ഛേദോ വികാരം ഒന്ന് പറഞ്ഞു തന്നാൽ അത് എനിക്കും കൂടെ മനസ്സിലാക്കാമായിരുന്നു. അതായത് തീവ്രവാദി പട്ടികൾ അല്ലെങ്കിൽ പന്നികൾ ചത്തു, സോ വാട്ട്, അങ്ങനെ പറയുന്നതാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത്. നമുക്ക് തീവ്രവാദിയെ കയറി സാർ എന്ന് വിളിക്കാൻ പറ്റില്ല, അത് ശോധനം വിളിച്ചാൽ മതി. പിന്നെ തീവ്രവാദികളെക്കുറിച്ച് പറയുമ്പോൾ അത് മൊത്തത്തിൽ മുസ്ലിങ്ങളെയാണ് എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ചേതോ വികാരം, അല്ലാതെ എത്ര ആലോചിച്ചിട്ട് എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല സത്യമായിട്ടും. അപ്പോൾ ശരി.